നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2024 ഓഗസ്റ്റ് മാസം 29 വ്യാഴാഴ്ച ദിവസം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. നാളെ മുതൽ 4800 രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവും. റേഷൻ കാർഡുള്ള ആളുകൾ തീർച്ചയായും നിങ്ങളുടെ റേഷൻ കാർഡ് കാണിക്കേണ്ട സാഹചര്യമാണ് വരുന്നത്. നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വമ്പൻ തിരിച്ചടി. എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഓണപരീക്ഷകൾക്കുള്ള സമയപട്ടിക പ്രഖ്യാപിച്ചു. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള ഓണപരീക്ഷ സെപ്റ്റംബർ മാസം 3 ആരംഭിച്ച് 12 അവസാനിക്കും. രാവിലെ 10 മുതൽ 12:15 വരെയും ഉച്ച കഴിഞ്ഞ് 1:30 മുതൽ 3:45 വരെയുമാണ് സമയക്രമീകരണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷകൾ 2 മണി മുതൽ ആരംഭിച്ച് വൈകിട്ട് 4:15 അവസാനിക്കുക. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നു. ഓണത്തിന് മുൻപായി 3 മാസത്തെ പെൻഷൻ നൽകുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിൽ ആദ്യ ഗഡുവും അടുത്ത മാസം, അതായത് സെപ്റ്റംബർ മാസം 2ാം വാരത്തിൽ 2 ഗഡുവും വിതരണം ചെയ്യും. അങ്ങനെ ഈ ഒരു ഓണത്തിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഓണത്തിന് മുൻപായി 4800 രൂപയായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക ലഭ്യമാകും. സംസ്ഥാനത്തെ 60 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ തുക നാളെ മുതൽ ലഭ്യമായി തുടങ്ങും. 3 മാസത്തെ പെൻഷൻ നൽകാനായി 2700 കോടി രൂപയാണ് ആവശ്യമായിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ള ആളുകൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്യും. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ വീടുകളിലെത്തിയുള്ള പരിശോധന ഉണ്ടായിരിക്കും. അനർഹമായി ഇത്തരം റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള നിങ്ങളുടെ റേഷൻ വിഹിതത്തിൻ്റെ വിപണി വിലയാണ് നിങ്ങളിൽ നിന്ന് ഈടാക്കുക. കൂടാതെ മറ്റ് ശിക്ഷാ നടപടികളും നേരിടേണ്ട സാഹചര്യമുണ്ടാകും. ഇക്കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ തന്നെ പിഴയായി 1.95 കോടി രൂപ ഈടാക്കിയിട്ടുണ്ട്. 11,193 റേഷൻ കാർഡ് ഉടമകളിൽ നിന്നാണ് ഈ ഒരു തുക ഈടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ പിഴ ഈടാക്കിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. തൊട്ടു പിന്നിലുള്ളത് തൃശ്ശൂർ ജില്ലയും. ഒട്ടേറെ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഈ ഒരു റേഷൻ കാർഡ് ലഭ്യമാകാതെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനർഹമായിട്ടുള്ള റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നത്. ഇത് തീർത്തും കുറ്റകരമാണ്. ഇത്തരത്തിൽ 10,000 ആളുകളാണ് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അനർഹമായ റേഷൻ കാർഡുകൾ തിരിച്ചു നൽകിയാൽ മാത്രമേ അർഹരായിട്ടുള്ള റേഷൻ കാർഡുകൾ, അതായത് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു BPL വിഭാഗം റേഷൻ കാർഡ് നൽകുവാൻ സാധിക്കുകയുള്ളൂ. അനർഹമായി ഇത്തരം റേഷൻ കാർഡുകൾ സ്വമേധയാ തിരിച്ചേൽപ്പിക്കാൻ സർക്കാർ സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഇത് ഇപ്പോഴും നൽകാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ പറയുന്ന സമയങ്ങളിൽ ഈ ഒരു റേഷൻ കാർഡ് തിരിച്ചു നൽകാത്ത ആളുകളിലാണ് പരിശോധനകൾ നടക്കുന്നത്. ഇങ്ങനെയുള്ള പരിശോധനകൾ ഈ ഒരു റേഷൻ കാർഡ് പിടിച്ചെടുത്താണ് പിഴ ഈടാക്കുന്നത്. നേരിട്ടും ഫോൺ വഴിയുമൊക്കെ ലഭിക്കുന്ന പരാതികളിൽ താലൂക്ക് സപ്ലൈ റേഷനിംഗ് ഓഫീസർമാരും റേഷനിംഗ് ഇൻസ്പെക്ടർമാരും ഫീൽഡ് തല പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ വിവിധ വകുപ്പുകളിലെ ഡാറ്റകളുമായി റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം ഡാറ്റ വിശകലനം ചെയ്ത് ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ വഴി ഒരംഗം മാത്രമുള്ള കാർഡുകളും ആധാർ ലിങ്ക് ചെയ്യാത്ത മുൻഗണനാ കാർഡുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി അനർഹരെ കണ്ടെത്തുവാനുള്ള നടപടി സിവിൽ സപ്ലൈസ് വകുപ്പ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി പങ്കുവെക്കുന്നത് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. പെൻഷൻ മസ്റ്ററിങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടും. ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്ന് തന്നെ പുറത്താവും. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നിലവിൽ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളി, അനുബന്ധ തൊഴിലാളി, വിധവ പെൻഷൻ ഗുണഭോക്താക്കളിൽ 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തവർ ആധാർ കാർഡ്, പെൻഷൻ രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വാർഷിക മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസാന തീയതി ആഗസ്റ്റ് മാസം 24 നിന്ന് സെപ്റ്റംബർ മാസം 30 വരെ ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അക്ഷയ സെന്ററുകൾ വഴി നടത്തുന്ന മസ്റ്ററിംഗിൽ പരാജയപ്പെട്ടാൽ മസ്റ്റർ ഫെയിൽഡ് റിപ്പോർട്ടും ലൈഫ് സർട്ടിഫിക്കറ്റും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുക്കാത്ത ഗുണഭോക്താക്കൾക്ക് തുടർന്നുള്ള പെൻഷൻ ലഭിക്കുകയില്ല. പിന്നീട് എപ്പോഴാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അത് മുതലുള്ള പെൻഷനാണ് ലഭിക്കുക. അതുവരെയുള്ള പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.